പ്രവാസ ലോകത്തെ വാർത്തകൾ. കാനഡയുടെ ജനസംഖ്യാ വളർച്ച മന്ദഗതിയിലായതായി റിപ്പോർട്ട്. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതാണ് തിരിച്ചടിയായത്. ഈ വർഷത്തെ ആദ്യപാദത്തിൽ കാനഡയിലെ ജനസംഖ്യയിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ ഡാറ്റ കാണിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ ശരാശരി 0.3% ത്രൈമാസ വർധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 20,107 പേർ മാത്രമാണ് പുതുതായി ജനസംഖ്യാ പട്ടികയിൽ ഇടം പിടിച്ചത്. കുടിയേറ്റം കുറയ്ക്കുന്നുവെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി മാർക്ക് കാർണി ഡാറ്റയെ സ്വാഗതം ചെയ്തു. ദ്രുതഗതിയിലുള്ള വളർച്ച രാജ്യത്തിന്റെ ഭവന ആരോഗ്യ സംരക്ഷണം, മറ്റു പൊതുസേവനങ്ങൾ എന്നിവയെ ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ വർഷം കുടിയേറ്റം നിയന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 7.4% എന്ന ഉയർന്ന നിരക്കിൽ നിന്ന് താൽക്കാലിക താമസക്കാരുടെ എണ്ണം ഏകദേശം 3 ദശലക്ഷമായി, അതായത് ജനസംഖ്യയുടെ 7.1% കുറഞ്ഞു. ഏറ്റവും കുറവ് അനുഭവപ്പെട്ടത് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ്. ഒന്റാറിയോയും ബ്രിട്ടീഷ് കൊളംബിയയും 1951 ശേഷമുള്ള ഏറ്റവും വലിയ ത്രൈമാസ ജനസംഖ്യാ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം തുടർച്ചയായ 13ാം പാദത്തിലും അഭയം തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. 4,70,029 പേരാണ് അഭയം തേടിയത്. കാർണിയുടെ സർക്കാർ അഭയ നിയമങ്ങൾ കർശനമാക്കുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും എണ്ണം ഇതിനകം തന്നെ നിയന്ത്രിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ അധികവും ജർമ്മനിയിലേക്ക് പഠനത്തിനായി പോകുന്നു. US, UK, കാനഡ എന്നിവയും മികച്ച വിദ്യാഭ്യാസ ലക്ഷ്യസ്ഥാനങ്ങളായി തുടരുന്നതായി റിപ്പോർട്ട്. കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനി, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ ഇമിഗ്രേഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2024 ഏകദേശം 7,60,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോയി. കഴിഞ്ഞ വർഷം 2,04,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ US-നെ തങ്ങളുടെ പഠന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2023-നെ അപേക്ഷിച്ച് ഇത് 13% കുറവായിരുന്നു. UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും 2024 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുറവാണ് കണ്ടത്. കാനഡയിൽ പുതിയ പഠന പെർമിറ്റുകളുടെ പരിധി 8% കുറഞ്ഞ് 3,93,000 ആയി. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം UK-ൽ 4% കുറവ് അനുഭവപ്പെട്ടു. അതേസമയം ഓസ്ട്രേലിയ 1,39,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആതിഥേയത്വം വഹിച്ചു, അതായത് 11% വർധന. ഉയർന്ന വിസ ഫീസും കർശനമായ ഭാഷാ ആവശ്യകതയും പോലുള്ള നയങ്ങൾ ഭാവിയിലെ ചില അപേക്ഷകരെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. പരമ്പരാഗത രാജ്യങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ ജർമ്മനി, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവ സ്ഥിരമായ വളർച്ച കൈവരിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് 2024 ഏകദേശം 35,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി പ്രഖ്യാപിച്ചു. 2019 ജർമ്മനി തിരഞ്ഞെടുത്തതിന്റെ ഇരട്ടിയാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേലിനെതിരെ ഇറാന്റെ സൈബർ ആക്രമണം. ഇസ്രായേലിലെ വീടുകളിലെ സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ ഇറാൻ ഹാക്ക് ചെയ്യുന്നതായി റിപ്പോർട്ട്. ഇസ്രയേൽ ഇറാൻ വ്യോമസംഘർഷത്തിനിടെ സൈബർ ആക്രമണവും വ്യാപകമാകുന്നു. ഇസ്രയേലിലെ സ്ഥിതിഗതികൾ ചോർത്താൻ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ ഇറാൻ ചോർത്തുന്നതായി രാജ്യാന്തര മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിലെ സൈനിക മുന്നേറ്റം അറിയാനും ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടം വിലയിരുത്താനും ആക്രമണങ്ങളുടെ കൃത്യത ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇറാൻ പിന്തുണയുള്ള സൈബർ ഗ്രൂപ്പുകൾ ക്യാമറകൾ ഹാക്ക് ചെയ്യുന്നതെന്നാണ് വിവരം. വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ ഓഫ് ചെയ്യുകയോ അവയുടെ പാസ്വേഡ് മാറ്റുകയോ വേണമെന്ന് ഇസ്രയേൽ പൗരന്മാർക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു മുൻ ഇസ്രയേലി സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ റേഡിയോയിലൂടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ക്യാമറകളാണ് ഹാക്ക് ചെയ്യപ്പെടുന്നതെന്ന് ഇസ്രയേൽ സൈബർ ഡയറക്ടറേറ്റ് വക്താവും വ്യക്തമാക്കി. അതേസമയം ഇസ്രയേലിന്റെ കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഹാക്ക് ചെയ്തെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഇറാനിൽ കുടുങ്ങിയ കുവൈറ്റ് പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ നടപടികൾ എടുത്തെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് മതിയായ അളവിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും മരുന്നുകളുടെയും സംഭരണമുണ്ടെന്ന് ഉറപ്പാക്കാനും സുരക്ഷ ശക്തമാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് മന്ത്രിസഭ നിർദ്ദേശം നൽകി. ബയാൻ പാലസിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആശുപത്രികൾ ഉൾപ്പെടെ മെഡിക്കൽ സംവിധാനങ്ങൾ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജമാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2030 വേൾഡ് എക്സ്പോയ്ക്ക് റിയാദ് വേദിയാകും. 4 കോടിയിലേറെ സന്ദർശകരെയാണ് എക്സ്പോയിൽ പ്രതീക്ഷിക്കുന്നത്.
ഫ്രാൻസിലെ പാരീസിൽ നടന്ന ബ്യൂറോ ഇന്റർനാഷണൽ ഡെസ് എക്സ്പോസിഷൻസിന്റെ ജനറൽ അസംബ്ലി യോഗത്തിലായിരുന്നു പ്രഖ്യാപനം. വേൾഡ് എക്സ്പോയുടെ ഔദ്യോഗിക പതാക സൗദി പ്രതിനിധി സംഘത്തിന് കൈമാറി. റിയാദ് റോയൽ കമ്മീഷൻ ആക്ടിംഗ് സിഇഒയും സഹമന്ത്രിയുമായ NG ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ സുൽത്താന്റെ നേതൃത്വത്തിലാണ് സൗദി പ്രതിനിധി സംഘം യോഗത്തിൽ പങ്കെടുത്തത്. 2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 31 വരെയാണ് എക്സ്പോ നടക്കുക. 60 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് എക്സ്പോയ്ക്ക് വേദിയൊരുങ്ങുക. 4 കോടി സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകോത്തര നിലവാരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. 195 രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.